ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീലകത്ത് ഇന്ന് വിരിഞ്ഞത് ഒരു അപൂർവമായ ഭാവമാണ്. താൻ സർവേശ്വരനാണെങ്കിലും ജ്യേഷ്ഠനായ ബലരാമനോടുള്ള ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്ന അനുജനാണ് ഇന്നത്തെ അലങ്കാരം. അതായത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്ന് ബലരാമസ്വാമിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഭഗവാൻ സ്വയം ബലരാമനായി വേഷപ്പകർച്ച നടത്തുമ്പോൾ അത് അഹങ്കാരമില്ലായ്മയുടെയും ഗുരുതുല്യരായവരോടുള്ള ആദരവിൻ്റെയും ഉദാത്തമായ പാഠമാണ് നമുക്ക് നൽകുന്നത്. ഭഗവാന്റെ വലത്തെ തോളിൽ ചാർത്തിയിരിക്കുന്നത് കലപ്പയാണ്. കേവലം അതൊരു കൃഷി ആയുധമല്ല, അത് ആത്മീയമായി പറയുകയാണെങ്കിൽ അത് ഒരു ഉഴുതുമറിക്കലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്തൻ്റെ ഹൃദയമാകുന്ന മണ്ണിലെ അജ്ഞാനമാകുന്ന കളകളെ പിഴുതെറിഞ്ഞ് ഭക്തിയുടെ വിത്തുപാകാൻ പാകത്തിന് ആ മനസ്സുകളെ ഉഴുതുമറിക്കുന്നവനാണ് ഈ കലപ്പയേന്തിയ ബലരാമൻ എന്ന് പറയുന്നത്. അധർമ്മത്തെ തകർക്കുന്ന ശക്തിയുടെ പ്രതീകമായിട്ടാണ് മറ്റൊരു കയ്യിലുള്ള ഗദ ഇരിക്കുന്നത്. ദുഷ്ടശക്തികളിൽ നിന്നും ഭക്തനെ സംരക്ഷിക്കുന്ന അഭയഹസ്തമായിട്ടാണ് ഈ ഗദയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ബലരാമസ്വാമി ഒരു കയ്യിൽ കലപ്പയും മറുകൈയിൽ ഗദയുമായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് നിലകൊള്ളുന്നത്. ഭഗവാന് ചുവപ്പ് വർണ്ണത്തിലാണ്, ചുവപ്പ് കരകളോടുകൂടിയ പട്ടാണ് ഭഗവാനെ അണിയിച്ചിട്ടുള്ളത്. ചുവപ്പ് വർണ്ണം എന്ന് പറയുന്നത് ചൈതന്യത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും പ്രതീകമാണ്. ശാന്തനായ കൃഷ്ണൻ ബലരാമനാവുമ്പോൾ ആ മുഖത്ത് ഒരു പ്രത്യേക ഗാംഭീര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ തിളങ്ങുന്ന ഭഗവാന്റെ നെറ്റിയിലെ ഗോപി മൂന്നാം കണ്ണു പോലെയുള്ള ജ്ഞാനോദയത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ രൂപം ദർശിക്കുന്ന ഭക്തൻ്റെ ഉള്ളിലും ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയണു എന്നുള്ളതാണ് സങ്കല്പം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ആ കൈകളിൽ കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഈ വളകളൊക്കെ പ്രപഞ്ചത്തിൻ്റെ ചക്രഗതിയെയാണ്, അതായത് കാലചക്രത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. മാറിൽ അണിഞ്ഞിരിക്കുന്ന ഉണ്ടമാലകളും ശിരസിലെ തിരുമുടിമാലകളും പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ബലരാമൻ്റെ നിറം വെള്ളയാണ്, അതായത് ശുദ്ധസത്വമാണ് എന്നാണ്. വെളുത്ത പൂക്കള് സമാധാനത്തെയും തെച്ചിപ്പൂക്കള് ഭക്തിയുടെ തീക്ഷ്ണതയെയുമാണ് കാണിക്കുന്നത്. തുളസിപ്പൂക്കളാവട്ടെ ഭഗവാനോടുള്ള സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മാലകൾ ഭഗവാന്റെ വിഗ്രഹത്തെ പൊതിയുമ്പോൾ അത് ഭക്തൻ ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന സർവസ്വവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബലരാമൻ്റെ ഗാംഭീര്യവും കണ്ണൻ്റെ മന്ദഹാസവും ഒത്തുചേരുന്ന ഈ രൂപം അത് കാണുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ, അവിടുത്തെ കലപ്പ കൊണ്ട് എൻ്റെ ഉള്ളിലെ ദുർവിചാരങ്ങളെ നീക്കി ഭക്തിയുടെ നിലം ഒരുക്കിത്തരണേ ഈശ്വര എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു ജ്യേഷ്ഠൻ്റെ കരുതലോടെ ഭഗവാൻ നമ്മളെ നയിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഈ അലങ്കാരം നമുക്ക് തരുന്നത്. ആ പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമുക്ക് നാരായണനാമം ജപിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നാരായണനാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.